അന്ധവിശ്വാസവും അനാചാരവും തടയാൻ നിയമനിർമ്മാണം കൊണ്ടുവരില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയാണ്. സർക്കാർ മുൻ നിലപാടിൽ നിന്ന് പിന്മാറിയതോടെ ഹൈക്കോടതി അതൃപ്തി പ്രകടമാക്കുന്നു. നിയമനിർമ്മാണത്തിന് കോടതികളൊക്കെ നിർബന്ധിക്കാൻ കഴിയില്ല, അത് നയപരമായ തീരുമാനം എന്നതാണ് സർക്കാരിന്റെ നിലപാട്. കേരള യുക്തിവാദ സംഘത്തിന്റെ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ബിനിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, അന്ധവിശ്വാസവും അനാചാരവും തടയാൻ വേണ്ടി ശക്തമായ നിയമനിർമ്മാണം വേണമെന്നായിരുന്നു നേരത്തെ ഇടത് യുവജന സംഘടനകളുടെ ഉൾപ്പെടെ ആവശ്യം. അക്കാര്യത്തിൽ പലയിടത്തും പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമനിർമ്മാണം പറ്റില്ല എന്ന സാഹചര്യം എങ്ങനെ ഹൈക്കോടതിയിൽ വിശദീകരിക്കുന്നു സർക്കാർ? രതീഷ്, വല്ലാത്തൊരു മലക്കം മറിച്ചിലാണ് ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. നമുക്കറിയാം 2022 ഇലന്തൂർ നരബലി കേസ്, അതുണ്ടാക്കിയ വലിയ സാമൂഹ്യ ചലനങ്ങൾ, അതിനിടയിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള ആഭിചാരങ്ങൾ, അത്തരത്തിലുള്ള പ്രവർത്തികൾ ഇതെല്ലാം തടയുന്നതിന് വേണ്ടി ശക്തമായ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ പോകുന്നു. അതിന് നിയമപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകളടക്കമുണ്ട്. അതൊരു ബില്ലായി തന്നെ കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ ആരും അറിയാതെ സർക്കാർ ആ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ നൽകുന്ന സത്യവാങ്മൂലത്തിലൂടെയാണ് അക്കാര്യം പുറത്തേക്ക് വരുന്നത്. ആ സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നത് 2023 ജൂലൈ മാസം 7-ാം തീയതി നടന്ന മന്ത്രിസഭാ യോഗം ഇത്തരത്തിലൊരു നിയമനിർമ്മാണം ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം സർക്കാർ ആ മുൻ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്നതാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിയമനിർമ്മാണം വേണ്ട എന്നത് സർക്കാരിന്റെ നയപരമായ ഒരു തീരുമാനമാണ് എന്നുകൂടി ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലൂടെ വിശദീകരിക്കുകയാണ്. ഇനി അന്ധവിശ്വാസം തടയാൻ നിയമനിർമ്മാണമില്ല എന്ന നിലപാടെടുക്കുന്നു. സർക്കാരെ നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ എന്ന് നിസ്സഹായമായി കോടതി പറയുകയും ചെയ്യുന്നു. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരെ നിലപാടെടുക്കുന്നവർ, സമരം ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് അത്തരമൊരു ബിൽ, നിയമം അതിനെതിരായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ ക്ലാരിറ്റി ഇപ്പോൾ സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.